സംസ്ഥാനത്തെ ധനസ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം സർക്കാർ നാളെ പുറത്തിറക്കും. കെ.എം. ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതി ഇന്ന് റിപ്പോർട്ട് കൈമാറും. സാമ്പത്തിക മേഖലയിൽ സമഗ്ര പരിഷ്കരണ നിർദ്ദേശങ്ങൾ ധവളപത്രത്തിലുണ്ടാകും. വിസ്മയങ്ങളുള്ള ധവളപത്രം തയ്യാറാകുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത്. ധവളപത്രമെന്ന ഉമ്മാക്കിക്കാട്ടി പേടിപ്പിക്കേണ്ടെന്ന് പ്രതിപക്ഷവും തിരിച്ചടിച്ചു. 5000 കോടി രൂപയ്ക്ക് മുകളിൽ ഖജനാവിൽ ബാക്കിയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. സംസ്ഥാനത്തെ സാമ്പത്തിക അവസ്ഥ വ്യക്തമാക്കുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ വയ്ക്കും. വരുമാനം വർദ്ധിപ്പിക്കുന്നതടക്കം സാമ്പത്തിക രംഗത്ത് വരുത്തേണ്ട നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടാകും. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ നിന്ന് മാറിയപ്പോൾ ഖജനാവിൽ ബാക്കി എത്ര രൂപയുണ്ടായിരുന്നു, കഴിഞ്ഞ സർക്കാർ ആരോപിച്ചതുപോലെ കേന്ദ്രത്തിൽ നിന്ന് ഇനി എത്ര പണം കിട്ടാനുണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ധവളപത്രത്തിലുണ്ടാകും. കിഫ്ബിയിലെ അടിമുടി അഴിച്ചുപണിയാണ് ധവളപത്രത്തിലെ മുഖ്യ ഊന്നൽ എന്നാണ് സൂചന. കിഫ്ബി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികളിലേക്ക് തിരിയണമെന്ന നിർദ്ദേശവും ധവളപത്രം പരാമർശിച്ചേക്കും. കിഫ്ബിയെ ബജറ്റിനുള്ളിൽ കൂടി ഉൾപ്പെടുത്തിയുള്ള പദ്ധതികളാകും UDF സർക്കാർ പ്രഖ്യാപിക്കുക. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാകും ഒന്നാം വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് തയ്യാറാക്കുക. മീഡിയ 1 തിരുവനന്തപുരം.